കരയുന്ന ഇതൊക്കെ കിട്ടുന്നുണ്ടല്ലോ. എടാ ഇതൊക്കെ എടുത്തോളാം കേട്ടോ. ബർത്ത്ഡേ ഗിഫ്റ്റ് കരയുന്നതിന്റെ ഹൈലൈറ്റ് ആണ്. കര ഒന്നുകൂടെ കര. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ബംഗാളി നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. തിരിച്ചങ്ങോട്ട് പാൻ ചെയ്ത് എന്തുകൊണ്ട് ഞങ്ങള് പഴയ ഫ്രണ്ട്സാ. ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ട്രിവാൻഡ്രത്ത് വെച്ച് എന്നെ പാർട്ടി തന്നത്, എനിക്ക് പാർട്ടി തന്നത്. പാട്ടി എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അവനിഷ്ടായില്ലെന്നോ? ഇനി വന്ന് നോക്ക്. ഉമ്മ വെച്ചോലുണ്ട്. ചേച്ചി അതുകൊണ്ട് ലോക്കറിൽ എടി എന്തിനാടി മേടിച്ച് ഇത്ര ഇത്? Hey guys, welcome back to our YouTube channel. Yes. ഇന്നത്തെ യൂട്യൂബ് വീഡിയോയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് എന്റെ ബർത്ത്ഡേ. ഇന്ന് എന്റെ പാപ്പുമോന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ബർത്ത്ഡേക്ക് അങ്ങനെ സർപ്രൈസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്താന്ന് വെച്ചാല് നമുക്ക് കുറച്ച് ഓർമ്മ പുതുക്കലാവാം. ആദ്യം ഞാൻ എൻ്റെ ഓർമ്മകളിൽ നിന്ന് തുടങ്ങാം. കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേ, കഴിഞ്ഞ 3 വർഷമായിട്ട് എല്ലാ ബർത്ത്ഡേക്കും ഞങ്ങൾ ഒരുമിച്ചുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടുള്ള 3 ബർത്ത്ഡേ ആഘോഷിച്ചു. അതിന് മുമ്പ്, കല്യാണത്തിന് മുമ്പ് ഇതുപോലെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് വന്ന ഇച്ചാൻ്റെ ആദ്യത്തെ ബർത്ത്ഡേക്ക് ഞാൻ ഇച്ചാനൊരു സർപ്രൈസ് വന്നിരുന്നു. ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. എന്താന്ന് പറ. പറയാം, പിന്നെ പറയാം. അല്ലെ പിന്നെ പറയണ്ട, ഇപ്പൊ പറ. എന്തായിരുന്നു? അതായത് ഈ ബർത്ത്ഡേക്ക് ഞാൻ വേറെ സർപ്രൈസുകൾ കൊടുക്കുന്നില്ല. ഞാൻ കൊടുത്ത സർപ്രൈസുകൾ അയവറക്കുന്നതാണ് ഈ സെഗ്മെന്റ്. ഓക്കെ, ഞാൻ ഇച്ചാന് കല്യാണത്തിന് മുമ്പുള്ള ഒരു ബർത്ത്ഡേക്ക് വളരെ എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ട ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അന്ന് ഇഷ്ടപ്പെടുകയും ചെയ്തു എന്നോട് പറഞ്ഞു. അന്ന് ഞാൻ എന്താ ചെയ്തേന്ന് പറ, എന്താ സർപ്രൈസ് തന്നേന്ന് പറ. ആദ്യത്തെ ബർത്ത്ഡേ, നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഇച്ചാന്റെ ആദ്യത്തെ ബർത്ത്ഡേ. അരമണിക്കൂറായി ആലോചിക്കുന്നു. പെട്ടെന്ന് പറഞ്ഞോ. നമ്മുടെ ദേവലോകത്ത് വെച്ച് പാർട്ടി വന്നത് കല്യാണം കഴിഞ്ഞിട്ട്. അത് എനിക്ക് അല്ല, ഞാൻ ഇച്ചാന് തന്ന ആദ്യത്തെ ബർത്ത്ഡേ പാർട്ടി എന്തുവായിരുന്നു? ട്രിവാൻഡ്രത്ത് വെച്ച് എന്നെ പാർട്ടി തന്നത്, എനിക്ക് പാർട്ടി തന്നത്. ഇപ്പം കിട്ടിപ്പോയി. അല്ല അല്ല, പറ സീരിയസ് ആയിട്ട്. ആദ്യത്തെ ബർത്ത്ഡേക്ക് ഞാൻ ഓർമ്മയില്ല. ഉണ്ടോ? സീരിയസ്ലി എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ഞാൻ ഓർമ്മയില്ലാത്തതിന്റെ കൂട്ട് അഭിനയിക്കുവാണ്. എന്തിന്? വേണ്ട, ഇത് അവസാനം സർപ്രൈസ് ആയിട്ട് അവസാനം പറയാൻ വേണ്ടി വെച്ചേക്കാം. സർപ്രൈസ് ആയിട്ട് അവസാനം പറയാൻ വേണ്ടി വെച്ചേക്കാം. ഓക്കെ, ശരി, പറ. എന്തോന്ന് പറ. ശരി, അത് വിട്ടോ. ഓക്കെ, അത് വിട്ടോ. പറട്ടെ പറ. വാച്ച്. അല്ല, ഓർമ്മയില്ല. എനിക്ക് എന്റെ വാവനെ കിട്ടിയതിനെക്കാട്ടി വലിയൊരു സർപ്രൈസ് വേറെ ഒന്നുമില്ല. ഇതിലും വലിയ ഗതികെട്ടവൻ വേറെ ആരെങ്കിലും ഉണ്ടോ എന്റെ കത്താവേ? ഓർമ്മയില്ല സീരിയസ്ലി. ഞാൻ ആദ്യത്തെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പക്ഷെ പറയാതിരിക്കുക. ഇത് അവസാന സർപ്രൈസ് ആയിട്ട് ഞാൻ പറയാൻ വേണ്ടി വെച്ചേക്കുവായിരുന്നു. ഇത് മറ്റേ ഉരുണ്ട് കിടന്ന് 2 കിലോ മണ്ണും തിന്നിട്ടിരിക്കും. ശരി, അത് വിട്. അപ്പൊ എൻ്റെ ലാസ്റ്റ് പറഞ്ഞാൽ മതി. അതിന് മുമ്പുള്ള ബർത്ത്ഡേയുടെ ഓർമ്മ പറ. കല്യാണത്തിന് മുമ്പും മറ്റു പെൺകുട്ടികൾ ഈ ചാനൽ തന്ന സർപ്രൈസുകളെ പറ്റിയും, അതിന് അതെ കല്യാണത്തിന് മുൻപുള്ള പെൺകുട്ടികളുടെ ബർത്ത്ഡേ ഇല്ല. ഞാൻ ഒരു ബർത്ത്ഡേ ഇല്ലാത്തവരായിരുന്നു. സ്കൂളിൽ മിഠായി കൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല പണ്ട് ഒന്നും? പപ്പ മേടിച്ചു തന്നിട്ടില്ലേ? അതെന്താ പറയട്ടെ? അതൊക്കെ കൊച്ചുകളല്ലേ. അന്ന് കൊച്ചായിരുന്നല്ലോ, ഇപ്പോഴല്ലേ വലുതായത്. കൊച്ചിലത്തെ പറ. ഞാൻ പണ്ട് പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ഞാൻ പണ്ട് ഇനി എൻ്റെ ബർത്ത്ഡേയുടെ ഓർമ്മകൾ പറയാം. ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ചില സമയത്ത് ബർത്ത്ഡേ വരുമ്പോൾ സാറ്റർഡേ സൺഡേ ആണെങ്കിൽ പോലും തിങ്കളാഴ്ച സ്കൂളിൽ പോകുമ്പോൾ
പപ്പ എനിക്ക് മുട്ടായി മേടിച്ച് തന്നിട്ടായിരുന്നു 2 ദിവസം മുന്നുള്ള ബർത്ത്ഡേ. എന്നാലും കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആ മുട്ടായി കൊടുക്കാനും ടീച്ചേഴ്സിനൊക്കെ കൊണ്ട് കൊടുക്കാനൊക്കെ ആയിട്ട് തന്നിടായിരുന്നു. ഈ ചാൻ അങ്ങനെയൊന്നും കിട്ടിട്ടില്ല? എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഒന്നും കിട്ടിയിട്ടില്ല. ഒരു ബർത്ത്ഡേ ഇല്ലാത്തവനായിരുന്നു. എനിക്ക് ബർത്ത്ഡേ ഒക്കെ ഉണ്ടായിരുന്നു. ആഘോഷിക്കായിരുന്നു. സർപ്രൈസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ അമ്മ പായസം വെക്കും, അപ്പുറത്തെ വീട്ടുകാർക്ക് കൊടുക്കുക. അത് കൂടുതലൊന്നും അങ്ങനെയൊന്നും സംഭവമൊന്നുമില്ലായിരുന്നു. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. കേക്ക് കട്ടിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. കേക്ക് കട്ടിംഗ് ഒന്നും ഇല്ലായിരുന്നു ആ സമയത്തൊന്നും. പക്ഷെ എന്റെ ബർത്ത്ഡേ നമ്മള് മുട്ടയൊക്കെ മേടിച്ചോണ്ട് പോവായിരുന്നു. അത് കച്ചാമാങ്ങയൊക്കെ അന്നത്തെ ഫേമസ് മുട്ടായി. അതുപോലെ ഒരുപാട് മറ്റേ ഡയറി മിൽക്ക് ഉണ്ട്. ഡയറി മിൽക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ പഠിക്കുന്ന നമ്മുടെ എക്ലൈസ് ഉണ്ടായിരുന്നല്ലോ. അതുപോലെ വേറെ ഇത് ഓർമ്മയുണ്ടോ? മെലഡി ഓർമ്മയുണ്ടോ? പണ്ടത്തെ ചോക്ലേറ്റ് മുട്ടായി. അന്ന് ഭയങ്കര ഫേമസ് ആയിരുന്നു ആ മുട്ടായിക്ക്. അതൊക്കെ മേടിച്ച് വലിയ ജാടക്ക് പോയി ടീച്ചേഴ്സിനൊക്കെ കൊണ്ടുകൊടുക്കും, പിള്ളേർക്കൊക്കെ കൊണ്ടുകൊടുക്കും. എന്നൊക്കെ എന്തൊരു ഷോ ആയിരുന്നു അല്ലേ? ഇനി ബാക്കി കാര്യത്തിലോട്ട് വാ. ഞാൻ തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് എന്താണെന്ന് പറ. സർപ്രൈസ് അവസാനം വെച്ചേക്കാം കേട്ടോ. ഇവള് തന്ന ഏറ്റവും പ്രഷ്യസ് ഗിഫ്റ്റ് അത് ഏറ്റവും അവസാനത്തേക്ക് വെക്കുന്നതാണ് അതിന്റെ ഹൈലൈറ്റ്. അതെ അതെ തീർച്ചയായും. ശരി, കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് ഞാൻ എന്താ ചെയ്തു തന്നെ? കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് ഓർമ്മയില്ല? ഓർക്കുന്നുണ്ട്. തീരെ ഓർമ്മയില്ല? ഉണ്ട്. ഫസ്റ്റ് ബർത്ത്ഡേക്ക് മാക്ബുക്ക് മേടിച്ചു തന്നു. ഓക്കേ. സെക്കൻഡ് ബർത്ത്ഡേക്ക് കിട്ടി. ഫസ്റ്റ് ബർത്ത്ഡേക്ക് മാക്ബുക്ക്. ഓക്കേ, കൺഗ്രാറ്റുലേഷൻസ്. ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ ശരി. സെക്കൻഡ് ബർത്ത്ഡേക്ക് സെക്കൻഡ് ബർത്ത്ഡേ കാര്യം മാക്ബുക്ക് 2 മേടിച്ചു തന്നു. തേർഡ് ബർത്ത്ഡേക്ക് ഐപാഡ് മേടിച്ചു തന്നു അല്ലേ? ഫസ്റ്റ് ബർത്ത്ഡേക്ക് മാക്ബുക്ക് മേടിച്ചു തന്നു. സെക്കൻഡ് ബർത്ത്ഡേക്ക് M3 Pro മേടിച്ചു തന്നു. ഇതിപ്പോ മൂന്നാമത്തെ ബർത്ത്ഡേ ഇതാണ്. ഇതിപ്പോ ഒന്നും മേടിച്ചിട്ടില്ല. ഒരു കേക്ക് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഞാൻ ചോദിക്കുന്നതൊന്നുമല്ല, കല്യാണത്തിന് മുൻപുള്ള ആദ്യത്തെ ബർത്ത്ഡേ, നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേക്ക് ഞാൻ വലിയ കാര്യത്തിൽ സർപ്രൈസ് ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നായിരുന്നു. എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇനി അഭിനയിക്കരുത്, ഇനിയുള്ളത് പറയണം. അത് ട്രിവാൻഡ്രത്തുള്ള സർപ്രൈസ് തന്ന പാർട്ടിയാണോ? ട്രിവാൻഡ്രത്ത് സർപ്രൈസ് പാർട്ടി തന്നത് ഫസ്റ്റ് ബർത്ത്ഡേക്ക്. ഞാൻ ചോദിച്ചാൽ നമ്മുടെ എന്തുവാ പൊട്ടറിക്കൊണ്ടിരിക്കുന്നത് കുറെ നേരിട്ട്. കല്യാണത്തിന് മുന്നുള്ളതെന്ന് പറയുമ്പോ കല്യാണത്തിന് മുൻപ് പെൺകുട്ടികളുടെ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയില്ല. എന്നെ ഓർമ്മയില്ലേ? എന്നെ ഓർമ്മയില്ല. ചിലര് പെൺകുട്ടികളെ ഓർക്കാറില്ല. ശരി, ഞാൻ പറയട്ടെ. ഓക്കെ, ക്ലൂ തരാം. ഞാൻ അടൂരുണ്ടായിരുന്നില്ല അന്ന്. ഞാൻ ബാംഗ്ലൂരില്. ബാംഗ്ലൂരിൽ എനിക്ക് എന്റെ അങ്ങോട്ട് നോക്കി പറ. ബാംഗ്ലൂർ എനിക്ക് എന്റെ റൂമില് കേക്ക് അറേഞ്ച് ചെയ്ത് എന്റെ ഫ്രണ്ടിനെ കൊണ്ടല്ലേ കഷ്ടപ്പെട്ടെ. ഞാൻ ആ സമയത്ത് ബാംഗ്ലൂരിലായിരുന്നു. ഏതോ ഒരു ജോലിയൊക്കെ എടുത്തോണ്ട് ജീവിക്കുമായിരുന്നു കഷ്ടപ്പെട്ട്. അപ്പം ഇവർക്ക് എന്റെ തൊട്ടപ്പുറത്ത് ആളുടെ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. നമ്പർ തപ്പി കണ്ടുപിടിച്ച് രാത്രിയിൽ സർപ്രൈസ് ഒക്കെ തന്ന് ഡീറ്റെയിൽ ആയിട്ട് പറ. ഇത്രയൊക്കെ ഡീറ്റെയിൽ എനിക്ക് അറിയത്തുള്ളൂ. എനിക്ക് ഡീറ്റെയിൽ അറിയത്തില്ല. ഓർമ്മയില്ല? ഞാൻ പറഞ്ഞുതരാം. ഇഷാൻ ബാംഗ്ലൂർ ആയിരുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള ഒരാളുടെ നമ്പർ ഞാൻ കഷ്ടപ്പെട്ട് ഒപ്പിച്ചിട്ട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ബർത്ത്ഡേ ആണ്, സർപ്രൈസ് കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി ഒരു കേക്ക് ഷോപ്പിൽ പോയി അവിടുത്തെ കേക്കിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്ത് അയച്ചു. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് കേക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ സെലക്ട് ചെയ്ത് അത് മേടിച്ചിട്ട് ആളെ ഞാൻ സെറ്റ് ചെയ്ത് നിർത്തിയിരുന്നു. എന്നിട്ട് ഞാൻ റൂമിൽ ഇഷാൻ്റെ അടുത്ത് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി 11:45 ഞാൻ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുള്ളി ഡോറിന് പുറത്ത് കേക്കും കൊണ്ടുവന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. കറക്റ്റ് 12 മണിയായപ്പോൾ ഡോറിൽ നോക്ക് വന്ന സമയത്ത് ഞാൻ വീഡിയോ കോളിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു പോയി ഡോറ് തുറക്കാൻ പറഞ്ഞു, ആരോ മുട്ടിന്ന് പറഞ്ഞു. അങ്ങനെ വീഡിയോ കോളിൽ പോയി ഇങ്ങനെ ഡോർ തുറന്ന സമയത്ത് പുള്ളി ഇങ്ങനെ കേക്കൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 വീഡിയോയും കൂടെ നമ്മൾ ജോയിൻ ചെയ്തൊരു വീഡിയോ ഉണ്ടാക്കി, എൻ്റെ വീഡിയോ കോളിൻ്റെ വീഡിയോയും. എന്നിട്ട് കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്ത്, അല്ല വീഡിയോ കോളിൽ നമ്മൾ കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്ത്. ഞാൻ അന്ന് അറിഞ്ഞില്ല, ഒരു ചതിയായിരുന്നു. എന്ത് ചതി? കല്യാണത്തിന് ബാബുവിനെ കിട്ടുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞില്ല അന്ന്. അതെപ്പോഴും പറയാം. ആ സമയത്ത് ഭയങ്കരമായിട്ട് എന്റെ ദൈവമേ, ആ സമയത്ത് ഡയലോഗുകളൊക്കെ നമുക്കൊരു എപ്പിസോഡ് ആക്കാനുള്ളതുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഈ വർഷമാണ് അങ്ങനെ സർപ്രൈസ് ഒന്നും ഇല്ലാത്ത ഡയറക്റ്റ് ആയിട്ടൊരു കേക്ക് കട്ടിങ്ങിലേക്ക് പോകുന്നത് അല്ലേ. ഇത്തവണത്തെ ബർത്ത്ഡേക്ക് നമ്മൾ ഹാഫ് കേജിന്റെ കേക്ക് പോലും മേടിച്ചില്ല. കുഞ്ഞു കേക്ക് മതി എന്ന് പറഞ്ഞു. കാര്യം വേറെ ആരും ഇല്ല കഴിച്ച് തീർക്കാനായിട്ട്. അപ്പോൾ വെറുതെ വേസ്റ്റ് ആകും, ഇല്ലെങ്കിൽ വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ ഫുള്ളും കഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ബർത്ത്ഡേ ഞങ്ങളൊരു കുഞ്ഞു കേക്കിൽ ഒതുക്കിയിട്ടുണ്ട്. ബാക്കിലേക്ക് പോയിക്കോ, വലു പിടിച്ചോ. ഹാപ്പി ബർത്ത്ഡേ. സ്പൂൺ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു.
നല്ല ടേസ്റ്റ്. ബർത്ത്ഡേ അതെ. ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ഇതെനിക്ക് വേറെ സന്തോഷ വാർത്തയുണ്ട്. ബോബി വാ. അരെ ബോബി ആവോ. വാ. ബോബി ചോക്ലേറ്റ് കേക്ക് കഴിക്കില്ല, അതുകൊണ്ട് ബോബിക്ക് വേണ്ടി ഞാൻ വേറെ മേടിച്ചു. വാ. മെർലിനും കഴിക്കില്ല, നിങ്ങൾ രണ്ടും കൂടെ ഷെയർ ചെയ്തോ. വാ. അരെ ബോബി 4 മണിക്ക് വീട്ടിൽ പോകുന്നല്ലേടാ, പറഞ്ഞെന്താ പോവാത്ത? അരെ ബോബി 3:30 ഇത് നിനക്കുള്ളതാ. നീ ചോക്ലേറ്റ് കഴിക്കാത്തോണ്ട് നിനക്ക് മെർലിനും കൂടെ മേടിച്ചു. ബാലു പിന്നെ എല്ലാ കേക്കും കഴിക്കും, അതുകൊണ്ട് ബാലുവിന് എല്ലാത്തിനും ഷെയർ ഉണ്ട്. നല്ല അടിപൊളി കേക്ക് കേട്ടോ. എന്താ പാപ്പ ഈ പ്രായത്തിൽ ആവശ്യത? പാപ്പുന് ബർത്ത്ഡേ അന്ന് തന്നെ പനി പിടിച്ചു, ആൾക്ക് വയ്യാണ്ടായി തുടങ്ങിയിട്ടുണ്ട്, കണ്ണിന്നൊക്കെ വെള്ളം വരുന്നു. അപ്പൊ നമ്മുടെ അയ്യോ എന്റെ പാപ്പുന് ഗിഫ്റ്റ് കൊടുക്കാൻ മറന്നുപോയി. അതാണ് കരുതോണ്ടിരുന്നേ. ഇത്തവണത്തെ പാപ്പുന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. ഹാപ്പി ബർത്ത്ഡേ. തുറന്ന് നോക്ക്, എന്തോന്ന് നോക്ക്. നോക്ക്, നിവർത്തി കാണിക്ക്. ഇത് കൊള്ളാൻ തോന്നല്ലേ? നല്ല പാന്റും. എന്റെ ക്രെഡിറ്റ് കാർഡാണോ യൂസ് ചെയ്തേക്കുന്നത്? ഇത് രണ്ടും കൂടെ ഒരുമിച്ചിടാനാ. ഇത് കൊള്ളായിരിക്കും. നിവർത്തി കാണിച്ചേ. ഇത് രണ്ടും. ഇനിയാണ് മെയിൻ സർപ്രൈസ് പറഞ്ഞുള്ളത്. മുഖത്തൊരാകാംക്ഷ. അയ്യോ അതെനിക്ക് ഫ്രീ കിട്ടുകയാണെങ്കിൽ അത് മാറ്റാൻ പറഞ്ഞു. അടുത്തോട്ട് വന്നേ മുഖത്തിന്റെ ആ ഒരു ചിരി കാണിച്ചു കൊടുത്ത ഇതൊക്കെ പൊളിക്കുമ്പോ ഉള്ളൊരു സന്തോഷം. എന്റെ വീട്ടിൽ എന്തായാലും അയച്ചു കൊടുക്കൂടി. എന്ത് താഴെ ഇടല്ലേ, പൊട്ടുവേ. എന്തിനാടി മേടിച്ച് ഇത്ര ഇത്? ഇത് എന്തോന്ന് ഓർമ്മയുണ്ടോ? ഗുച്ചി ബാംബു. എന്താ ഓർമ്മയുള്ളേ? എന്താ ഓർമ്മയില്ല. ഇതിന്റെ ഓർമ്മ എന്താന്ന് പറ. നമ്മള് തായ്ലാൻഡിൽ പോയപ്പോ ഈ സാധനം എടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് ഭയങ്കര വിലയാന്ന് ഓർത്തിട്ട് നമ്മളന്ന് മേടിക്കാതെ തിരിച്ചു വെച്ച സാധനമാണ്. ഞാൻ അന്നോട്ട് ഇത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗുച്ചി ബാംബു. എന്ത് കാശി? പൊട്ടിച്ച് ആദ്യം താ, എനിക്ക് ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നല്ല സൂപ്പർ കേക്കാ. ഒരമോ ഈ കവറിന് തന്നെ മണം തന്നെ. പിന്നെ ഇതില് പ്രത്യേകം നമ്മള് താഴെ എഴുതി കാണിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോ ചെയ്യാനുള്ളതല്ല. സ്ഥിരാക്കാൻ പോണോ ഗുച്ചി ബാംബു? ഒന്ന് സ്പെല്ല് ചെയ്ത് നോക്കിയേ. നോക്കി വരി വേണ്ട, തരുവിലെന്നല്ല, ഒന്ന് നോക്കട്ടെ, മണം നോക്കട്ടെ കയ്യില്. ഇഷ്ടായോ? സന്തോഷായോ? സ്ഥിരം കുശിയാണ്. ഓക്കേ ബൈ ഗൈസ്. അങ്ങനെ ഇത്തവണത്തെ ബർത്ത്ഡേക്ക് ഞാൻ പറഞ്ഞ ആഗ്രഹിച്ച ഒരു സാധനം ഞാൻ നോട്ട് ചെയ്ത് വെച്ച് മേടിച്ചു കൊടുത്തതാണ്. ഇതിന്റെ നന്ദി എന്നും ഉണ്ടാവണം. പക്ഷെ ഇച്ചിരി ഉള്ളു അടിച്ച് തീർക്കുന്നതൊക്കെ പെട്ടെന്ന്. ഓക്കെ, അപ്പൊ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ തീരുന്നു. എന്തായാലും പറ, ബർത്ത്ഡേ വിഷ് ചെയ്തു, ഒരുപാട് പേര് വിഷ് ചെയ്തു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.